ഹലോ ഫ്രണ്ട്സ്, RJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. ആദ്യമേ തന്നെ നമുക്കൊരു ക്യാരമൽ തയ്യാറാക്കാം. ഇതിലേക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ക്യാരമൽ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കൊരു ഏകദേശം ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി വരുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ക്യാരമൽ മാത്രമേ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കണം. ഇതേ സമയം നമുക്ക് മറ്റൊരു അടുപ്പിൽ ചെറു ചൂടുവെള്ളം തയ്യാറാക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കും. അങ്ങനെ നമ്മുടെ ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചാൽ നമ്മുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര, 3 മുട്ട, ഒരു ടീസ്പൂൺ പട്ടപ്പൊടി, 1/4 കപ്പ് കാഷ്യൂനട്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, വാനില എസൻസ്, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാരമൽ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. ഇത് 1 കിലോൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും വേണം. നമുക്ക് ആദ്യമേ തന്നെ മൈദ അളന്നെടുക്കാം. എപ്പോഴും നമ്മുടെ കപ്പിൽ നമ്മുടെ 1 കപ്പ് മൈദ എടുത്തിട്ട് നല്ലതുപോലെ വടിച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ മൈദയുടെ അളവ് കൂടുതലായിരിക്കും. 1.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം. നമ്മൾ ക്യാരറ്റ് കേക്കിന് മുട്ട വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് അല്പാൽപമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരിക്കലും മുഴുവനെ ചേർത്ത് കൊടുക്കരുതും, അല്പാൽപമായി മാത്രമേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ വിസ്ക് കൊണ്ടാണെങ്കിലും ചെയ്താൽ മതി. വിസ്കും ഇല്ല എങ്കിൽ ഈ പ്രോസസ്സ് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെയ്തെടുത്താലും മതി. മുട്ടയും പഞ്ചസാരയും ആദ്യം മിക്സിയിൽ അടിക്കണം. അതിന് ശേഷം സൺഫ്ലവറും ഓയിൽ ചേർത്ത് ഒരു പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയാവും. പഞ്ചസാര നിങ്ങൾക്ക് പൊടിച്ചിട്ടും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ നല്ല പതഞ്ഞ് നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി.
ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് മൈദയിൽ കോട്ട് ചെയ്യണം. ക്യാരറ്റും ഡേറ്റ്സും നട്ട്സൊക്കെ ഒന്ന് കോട്ട് ചെയ്യണം. എല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് നട്ട്സൊക്കെ നന്നായി കോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ അല്പാൽപമായി ചേർത്ത് ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ പൊടി ചേർത്താൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കാരമലും ഒഴിച്ചു കൊടുക്കാം. ആദ്യം പൊടി പിന്നെ കാരമൽ, അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടി ചേർക്കാം. പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളിത് നോക്കിയാൽ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചുല കൊണ്ട് സൈഡിലുള്ള പൊടികളൊക്കെ ഒന്ന് വടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് കോട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതും അല്പാൽപമായി ചേർത്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ക്യാരറ്റ് മൈദയിൽ കോട്ട് ചെയ്തെടുക്കുന്നത് ക്യാരറ്റും ഡേറ്റ്സും കേക്കിൻ്റെ അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് കോട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇവിടെ കറണ്ട് പോയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം അനുഭവപ്പെടും. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണമായിരുന്നു ഈ കേക്ക് ഞാൻ ഓവനിൽ വെച്ചപ്പോൾ തൊട്ട്. ഇനി നമുക്കിതൊന്നൊരു 10-20 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ 150 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് വെച്ചത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസ് കാലത്ത് ഈ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു.